ഹായ് ഓൾ. ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഞങ്ങൾ ന്യൂ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് തരാമെന്ന് വിചാരിച്ചു. അത് മറ്റൊന്നുമല്ല, ഈ ബിറ്റ് കോയിനെ പറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനുള്ളതായ കാരണങ്ങൾ എന്താണ്? ബിറ്റ്കോയിൻ അതിന് മുമ്പ് ഒരു അതിനെ പറ്റി പറയുന്നതിന് മുമ്പേ ക്വിക്കായിട്ടൊരു ഇൻട്രോ. ബിറ്റ്കോയിൻ നമ്മൾ ആക്ച്വലി ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റി, ബിറ്റ്കോയിനെ പറ്റി സ്പെസിഫിക് ആയിട്ടും ബ്ലോക്ക് ചെയിനെ പറ്റിയൊക്കെ വീഡിയോസ് നേരത്തെ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം അത് എന്നാലും ഒരു റീക്യാപ്പ് എന്ന് പറയുന്ന പോലെ എന്താണ് ഈ ബിറ്റ്കോയിൻ, അറിയാൻ വയ്യാത്തവർ ഇനി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. പലതരം ക്രിപ്റ്റോ കറൻസികളുണ്ട്, പക്ഷെ ബിറ്റ്കോയിൻ ആണ് ലോകത്തിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. അതുപോലെ ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ടായത്. പിന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജിക്ക് വേറെ ഒത്തിരി യൂസ് കേസസ് പിന്നീട് ഉണ്ടായി. പലതരം, അതായത് ഇത് ഫിനാൻസ് സെക്ടറില്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സെക്ടറില്, പിന്നെ ബാങ്കിങ്ങില്, അങ്ങനെ പിന്നെ അതുപോലെ NFT, അങ്ങനെ പല യൂസ് കേസസ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ക്രിപ്റ്റോ കറൻസി ആണ് ആദ്യവും അവസാനമായിട്ട് അതിന്റെ ഏറ്റവും വലിയ യൂസ് കേസ് എന്ന് തന്നെ പറയാം. അപ്പം അതാണ്. അപ്പൊ അത് തന്നെയല്ല, ബിറ്റ്കോയിൻ ആണ് ഇന്നും ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി. മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ അടുത്ത സമയത്ത് ന്യൂസ് വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഒരു നമ്മൾ പറയത്തില്ല, ചില മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയത്തില്ലേ, 1,00,000 $100,000 വാല്യൂ ക്രോസ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ബിറ്റ്കോയിൻ. അതാണ് ഇന്നും ഇത് വാർത്തകളിൽ പിടിക്കാൻ കാര്യം 50,000 അറൗണ്ട് ഇതൊരു നിന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങൾ കൊണ്ട് ഡബിൾ ആയി എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതിന് ഏറ്റവും ഹൈ പീക്ക് പോയത് 1,08,300 സംതിങ് ആണ് അതിന്റെ പീക്ക് ചെയ്ത് പോയത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇത് താഴോട്ട് വന്നു. ഇപ്പം ആക്ച്വലി ഇന്നത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 93 ഇതിൽ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ക്രിപ്റ്റോ കറൻസി മാത്രമല്ല, ഈ ബിറ്റ്കോയിനും അതുപോലുള്ള മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളും ഭയങ്കര വോളറ്റൈലാണ്. എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള സംഭവമല്ല, ഒരു ഒരു ഫിനാൻഷ്യൽ അസറ്റ് അല്ല. ചിലപ്പോൾ അത് വളരെ മേലോട്ട് പോകും, ചിലപ്പോൾ താഴോട്ട് പോകും, അങ്ങനെയുള്ള ഒരു സംഭവം. പക്ഷെ എന്നാലും പല ക്രിപ്റ്റോ പണ്ഡിറ്റ്സും പറയുന്നത് ഇത് അടുത്ത വർഷം, അതായത് ട്രംപിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിന് ശേഷം ഇത് 1,50,000 പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത വർഷം ഇത് 2,00,000 വരെ പോകുന്നൊക്കെ പറയും. നമുക്കറിയത്തില്ല, അത് എത്ര ആധികാരികമായ ഉള്ളൊരു വിശകലനമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊഡിക്ഷൻ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്വിക്കായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ന്യൂസുകളിൽ, അല്ലെ എന്തുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ ഇപ്പൊ വർദ്ധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മേജർ കാരണം ട്രംപിന്റെ വിജയമാണ്. പണ്ട് ട്രംപ് ഈ ക്രിപ്റ്റോ കറൻസിക്ക് എതിരാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഈ ക്രിപ്റ്റോ കറൻസി ഇന്നും പല രാജ്യങ്ങളിലും ലീഗലായിട്ടുള്ള ഒരു കറൻസി അല്ല. ഇനി ക്രിപ്റ്റോ കറൻസി, നമ്മുടെ നോർമൽ കറൻസിക്ക് ഫിയറ്റ് കറൻസി എന്നാണ് പറയുന്നത്. ഫിയറ്റ് കറൻസി ലീഗൽ ആകുന്നത് പോലെ ഇത് ചെറിയ രണ്ടോ ചെറിയ രാജ്യങ്ങൾ മാത്രമേ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളൂ. മറ്റ് പല രാജ്യങ്ങളിലും ഇത് ചിലയിടത്ത് ബാൻ ചെയ്തിട്ടുണ്ട്. ചൈനയൊക്കെ ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിലും അമേരിക്കയിലും US-ലും അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലും ബാൻ ചെയ്തിട്ടില്ലെങ്കിലും ഇറ്റ്സ് നോട്ട്, അതിനൊരു ലീഗാലിറ്റി ഇല്ല എന്നുള്ളതാണ് സംഭവം. അപ്പം ഈ ട്രംപും നേരത്തെ ക്രിപ്റ്റോ കറൻസിക്ക് എതിരാണെങ്കിലും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ ക്രിപ്റ്റോ കറൻസിക്ക് അനുകൂലമായ കുറെ നിലപാടുകൾ എടുത്തു. അതായത് അദ്ദേഹം പറഞ്ഞു യുഎസിനെ ക്രിപ്റ്റോ കറൻസിയുടെ ക്യാപിറ്റലാക്കും. അപ്പൊ അതുപോലെ തന്നെ എലോൺ മസ്ക്, പുള്ളിയുടെ ഇപ്പൊ ഒരു ഭയങ്കര വലങ്കയാണല്ലോ. അപ്പം ഈ എലോൺ മസ്കിനൊരു പുള്ളി പ്രൊമോട്ട് ചെയ്ത ഒരു കോയിൻ ഉണ്ട്, ക്രിപ്റ്റോ കോയിൻ ഉണ്ട്, ഡോജി കോയിൻ. ഓക്കെ, ഈ ഡോജി കോയിനിൽ നിന്നാണ് ഈ വിവേക് രാമസ്വാമി എന്ന ഇന്ത്യൻ വംശജനും ഈ എലോൺ മസ്കും കൂടെ ട്രംപിന്റെ ഭരണത്തിന്റെ കീഴിലെ ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അതിന്റെ അബ്രിവേഷൻ ആണ് ഡോജി, ഇതിൽ നിന്ന് ഉടലെടുത്തത്. ഞാൻ ബാക്കി തന്നെയാണ് പറഞ്ഞതേ ഉള്ളൂ, ഇതുമായിട്ട് വലിയ റിലവൻസി ഒന്നുമില്ല. അപ്പൊ അങ്ങനെ
ആണ്. അതെ. അപ്പം അതുപോലെ തന്നെ ബിറ്റ് കോയിൻ പോലെ തന്നെ ഉയർന്നു വന്നിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എതേറിയം, പിന്നെ അതുപോലെ റിപ്പിൾ അതുപോലുള്ള മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളും താഴോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഇത് താഴെ പോകാനുള്ള കാരണം, അല്ല അതിനു മുമ്പ് പറയാം എന്തുകൊണ്ടായിരുന്നു. ഞാൻ ട്രംപിന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ട്രംപ് ഈ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്, ക്രിപ്റ്റോ കറൻസി ഒത്തിരി അനുകൂലിക്കും. പിന്നെ ഫെഡറൽ റിസർവ്സ് ആയിട്ട് ബിറ്റ് കോയിന് വാങ്ങിക്കും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഈ SEC, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ, അതായത് നമ്മുടെ സെബിയുടെ കൗണ്ടർ പാർട്ടി യുഎസിലെ, അതിന്റെ തലവനായിട്ട് ഈ ക്രിപ്റ്റോ കറൻസി, ഒരു പ്രോ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ഒരു ആളിനെ, അതായത് പോൾ ആറ്റ്കിൻസ് എന്ന് പറയുന്ന ഒരാളിനെയാണ് ഇപ്പം നിയമിച്ചിരിക്കുന്നത്. അതായത് അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കുമ്പോൾ. അപ്പൊ അതൊക്കെ ഒരു 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 പോയിന്റേഴ്സ് ആയിരുന്നു. അതായത് ക്രിപ്റ്റോ കറൻസിയോട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര അനുകൂലമായ നിലപാടെടുക്കുകയാണ്. അപ്പൊ അതാണത് ഇങ്ങനെ ഇപ്പം ഇത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 1,08,000 സംതിങ്ങിൽ പോയിട്ട് ഓൾ ഓഫ് എ സഡൻ അത് താഴോട്ട് പോയതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫെഡ് റിസർവ്, അതായത് നമ്മുടെ RBIക്ക് തുല്യമായ അമേരിക്കയിലെ ഫെഡ് റിസർവ് പറഞ്ഞു, ചില സ്റ്റേറ്റ്മെന്റ് ചെയ്തിരുന്നു. അതായത് ഈ ബിറ്റ് കോയിൻ അവർ റിസർവ് ആയിട്ടൊന്നും അധികം വാങ്ങിച്ച് കൂട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പം അതൊരു ഒരു ക്രിപ്റ്റോ കറൻസിക്ക് എതിരെയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇതിപ്പം താഴെ പോയത്. എനിവേ, ഇതാണ് അതിന്റെ ക്വിക്കായിട്ടുള്ള ഒരു റിവ്യൂ. ഇനി നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങളിൽ എന്താണ്, അടുത്ത കാലങ്ങളിൽ എന്താണ്. ഈ ജനുവരിയിലെ ട്രംപ് ഐ മീൻ ചുമതല എടുത്തതിന് ശേഷം എന്തായിരിക്കും ബിറ്റ് കോയിന്റെ മറ്റ് ക്രിപ്റ്റോ കറൻസിയുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. അന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ കൊണ്ടുവരാം. അതെ, തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി വീണ്ടും ഒരു വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ ക്ഷമയോടുകൂടെ കേട്ടതിലും കണ്ടതിലും പ്രത്യേക താങ്ക്സ് പറയുന്നു. ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് എത്രയും വേഗത്തിൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.